ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ജീസസ് ക്രൈസ്റ്റ് ആസ് ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. ഒന്ന് നോട്ട് ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ മക്കളായിരിക്കണമെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കരങ്ങൾ കാണിച്ചാൽ വീണ്ടും അത് പറഞ്ഞു തരുവാൻ സാധിക്കും. നമ്മൾ വളരെ ഡീറ്റെയിലായിട്ട് ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കുവാൻ പോകുകയാണ്. യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പ്രാരംഭമായിട്ടൊരു വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് എബ്രായലേഖനം 4-ാം അധ്യായം 14-15 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ എബ്രായലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ജീസസ് ക്രൈസ്റ്റ് ആസ് എ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. എന്തുകൊണ്ട് യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനായി? ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയുണ്ടായി. ഒരു മഹാപുരോഹിതൻ്റെ ജോലി പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തിയത്, പൂർണ്ണമായി ചെയ്തത് കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. മറ്റാർക്കും ആ വേല ദൈവം ആഗ്രഹിച്ചതുപോലെ പൂർണ്ണതയിൽ ചെയ്യുവാൻ സാധിച്ചില്ല. അവർ പുരോഹിതന്മാരല്ല ആകാഞ്ഞിട്ടല്ല, അവർക്ക് അധികാരമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ അവർക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ സാധ്യമായില്ല. എന്നാൽ യേശു അത് പരിപൂർണമായി ചെയ്യുവാനായിട്ട് കാരണമായി തീർന്നു. ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പഴയ നിയമത്തിൻ്റെ പൗരോഹിത്യം വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. അതിന് പ്രധാനമായിട്ട് കാരണമുണ്ട്. നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ നിഴലായിരിക്കുകയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പുരോഹിതൻ എന്ന് പറയുന്നതും പൗരോഹിത്യ വസ്ത്രം എന്ന് പറയുന്നതും ദൈവം മോശയ്ക്ക് സമാഗമന കൂടാരം ഉണ്ടാക്കുവാനായിട്ട് കൽപ്പിച്ചപ്പോൾ അതിനകത്ത് കൊടുത്ത മാതൃകയിൽ ഒന്നായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ കൂടെ മനസ്സിലാക്കിയത് സമാഗമന കൂടാരത്തിന് എന്തെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു മഹാപുരോഹിതൻ എന്നുള്ളത്. അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. അഥവാ ദൈവം അവരുടെ നടുവിൽ വസിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ, ഇസ്രായേൽ മക്കളുടെ നടുവിൽ ആയിരിക്കാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ, ദൈവം വെറും ഒരു കൂടാരം മാത്രമല്ല ആഗ്രഹിച്ചത്, പിന്നെയോ അതിനകത്ത് ഒരു പുരോഹിതനെ കൂടെ ദൈവം ആഗ്രഹിക്കുവാനിടയായിത്തീർന്നു. ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പിന്നീട് ചിന്തിക്കും. ഒരു പുരോഹിതനെ കൂടെ അവിടെ ദൈവം വെക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഈ പ്രത്യേകമായിരിക്കുന്ന പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് വേദപുസ്തകത്തിൽ 3 ഭാഗങ്ങളിലായിട്ടാണ് ഈ പുരോഹിതനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷയിലേക്കല്ല നമ്മൾ കടക്കുന്നത്, നമ്മൾ ചെയ്യുവാൻ പോകുന്നില്ല. നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഒരു പുരോഹിതൻ പൗരോഹിത്യ വസ്ത്രം അത് എന്തിനെ വെളിപ്പെടുത്തുന്നു എന്നുള്ള ചിന്തകൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ അതിനകത്ത് ഭാഗികമായിട്ട് വരുമെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പൗരോഹിത്യ വസ്ത്രം എന്നുള്ളതായിരിക്കും നമ്മുടെ വിഷയമായിരിക്കുന്നത്. പ്രധാനമായിട്ട് അതിന് ആധാരമായിട്ട് 3 ചാപ്റ്റേഴ്സാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. വേദപുസ്തകത്തിൽ 3 ഭാഗങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ നോട്ട് ചെയ്താട്ട്. ഒന്നാമത്തെ ഭാഗമാണ് എക്സോഡസ് ചാപ്റ്റർ 28, പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം. ഇവിടെ ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ് ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദി ഗാർമെൻറ്റ്സ്. എങ്ങനെ ഈ ഗാർമെൻറ്റ്സ് ഉണ്ടാക്കണം, ഹൗ ടു മേക്ക് ദ ഗാർമെൻറ്റ്സ്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം പഠിപ്പിക്കുന്നത് ഹൗ ടു മേക്ക് ദ ഗാർമെൻറ്റ്സ്, എങ്ങനെ ഈ വസ്ത്രം ഉണ്ടാക്കണം, എങ്ങനെയാണ് ഈ വസ്ത്രം ഉണ്ടാക്കേണ്ടത്. രണ്ടാമത് നമ്മൾ കാണുന്നത് എക്സോഡസ് ചാപ്റ്റർ 39, പുറപ്പാട് 39-ാം അധ്യായം. അതിൽ നമ്മൾ കാണുന്നത് പ്രിപ്പറേഷൻ ഓഫ് ദ ഗാർമെൻറ്റ്സ്. ഈ വസ്ത്രം ഉണ്ടാക്കുന്ന വിധമാണ് നമ്മളിവിടെ കാണുന്നത്. അതിനുവേണ്ടി അവരൊരുക്കപ്പെടുന്നു, അഥവാ വസ്ത്രം ഉണ്ടാക്കുന്നു. ആദ്യം പറഞ്ഞത് ദൈവം ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് എങ്ങനെ വസ്ത്രം ഉണ്ടാക്കണം. 39-ാം അധ്യായം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് വസ്ത്രം ഉണ്ടാക്കിയത് എന്നുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. മൂന്നാമത്തെ പോർഷനാണ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 8 വേഴ്സ് 5-9. ലെവിറ്റിക്കസ് ചാപ്റ്റർ 8 വേഴ്സ് 5-9.
ലേവ്യ പുസ്തകം 8-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള ഭാഗം. ആ ഭാഗങ്ങൾ വെളിപ്പെടുന്നത് ദ പ്രീസ്റ്റ്ലി ഗാർമെന്റ്സ് പ്ലേസ്ഡ് അപ്പോൺ ഏരൻ. പൗരോഹിത്യ വസ്ത്രം അഹരോനെ അണിയിക്കുന്നു. ഒന്ന് കോമ കൊടുത്തിട്ട് എഴുതിയാട്ട് ആസ് എ പാർട്ട് ഓഫ് ഓർഡിനേഷൻ സർവീസ്. തന്നെ വേർപെടുത്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർപെടുത്തി വെക്കുന്നത് ആണ് അവിടെ വെളിപ്പെടുന്നത്. 3 ഭാഗങ്ങളിലായിട്ടാണ് പൗരോഹിത്യ വസ്ത്രത്തെ നമ്മൾ കാണുന്നത്. ഒന്ന് 28-ാം അധ്യായം പഠിപ്പിക്കുന്നത് ദൈവം കൽപ്പിക്കുകയാണ് എങ്ങനെയാണ് പൗരോഹിത്യ വസ്ത്രം ഉണ്ടാക്കേണ്ടത്, ഏതെല്ലാം മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ആരാണ് അത് ഉണ്ടാക്കേണ്ടത്, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ദൈവം കൊടുക്കുന്നു. 39-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുണ്ടാക്കുന്ന വിധം അവരുണ്ടാക്കുവാൻ തുടങ്ങി. അത് ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് അവർ വെളിപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഉണ്ടാക്കിയ വസ്ത്രം അഹരോനെ ധരിപ്പിക്കുകയാണ്. കാരണം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹരോനെ വേർതിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ട് ഈ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ പേർപ്പസ്, 3 പ്രധാനപ്പെട്ട പർപ്പസാണ് ഈ പൗരോഹിത്യ വസ്ത്രത്തിനുള്ളത്. 3-fold പർപ്പസ്. അഹരോന്റെ അഥവാ പുരോഹിത വസ്ത്രത്തിന് 3 വിധ പർപ്പസ്. ദ ഫസ്റ്റ് പർപ്പസ് ഡെക്കറേറ്റീവ്, അലങ്കരിക്കുന്നതിന്. അലങ്കാരത്തിന്. വായിച്ചാട്ട് എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് 2. എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് 2. പുറപ്പാട് 28:2. ദൈവം അവിടെ മോശയോട് പറയുകയാണ്, നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി അവിടെ പറയുന്നു മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അപ്പോൾ ഈ വിശുദ്ധ വസ്ത്രത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് 1 മഹത്വത്തിന്, 2 അലങ്കാരത്തിന്. വേറെ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മഹത്വത്തിനും അലങ്കാരത്തിനും എന്ന് പറയുന്നത് നമ്മൾ വേറെ രീതി ചിന്തിച്ചാൽ ഇങ്ങനെ പറയുവാൻ സാധിക്കും, ഫോർ ദ ബ്യൂട്ടി ആൻഡ് ഫോർ ദ പവർ. ഇത് ദൈവം മഹാപുരോഹിതന് കൊടുക്കുന്ന അധികാരത്തെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട, മഹാപുരോഹിതൻ ആരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണോ? ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അതുകൊണ്ട് മഹാപുരോഹിതനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ബ്യൂട്ടി ആൻഡ് ദൈവത്തിൻ്റെ അധികാരമാണ് വെളിപ്പെടുന്നത്. ദ ഫസ്റ്റ് പർപ്പസ്, മഹാപുരോഹിതൻ അലങ്കൃതനായിട്ട് നിൽക്കുക. എങ്ങനെ? ദൈവത്തിൻ്റെ മഹത്വത്തിൽ, ദൈവത്തിൻ്റെതായിരിക്കുന്ന പദവിയിൽ അഥവാ അധികാരത്തിൽ നിൽക്കുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിൽ കാണുന്നതായിരിക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇതൊരു നീല വസ്ത്രമാണ്. നീല വസ്ത്രത്തിന് താഴെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് 1 ഒരു മണിയുണ്ട്, 2 ഒരു മാതളപ്പഴം. ഈ 2 കാര്യങ്ങളാൽ കോർത്തിട്ടിരിക്കുകയാണ് ഈ കംപ്ലീറ്റ് ഈ നീല കുപ്പായത്തിൽ. അത് മാതളപ്പഴം വെളിപ്പെടുത്തുന്നത് ദ ഫ്രൂട്ട്, മണി വെളിപ്പെടുത്തുന്നത് അതിൻ്റെ സൗണ്ട്. ഈ 2 കാര്യങ്ങളാണ് മഹാപുരോഹിതനിൽ കൂടെ വെളിപ്പെടുന്നത്. 1 തൻ്റെതായിരിക്കുന്ന ഫലം വെളിപ്പെടുത്തുന്നു, 2 തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അഥവാ തൻ്റെ വാക്ക് വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ വാക്കും തൻ്റെതായിരിക്കുന്ന അധികാരവും 2ഉം ഒരുമിച്ചായിരിക്കും ഇവിടെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇത് 2ഉം ഒരുമിച്ച് ചേർന്നാണ് മുൻപോട്ട് കടന്നു പോകുന്നത്. 1 മഹാപുരോഹിതൻ്റെ മധുരിമ, മനോഹരത്വം. മഹാപുരോഹിതൻ്റെ മനോഹരത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിക്കുന്നത് അഥവാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാവർത്തിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ തുടർന്ന് കാണുന്നത് ആണ് ഈ മാതളപ്പഴം അതിൻ്റെ ഫ്രൂട്ടിനെ വെളിപ്പെടുത്തുന്നു, മണി അതിൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇത് 2ഉം ഒരുമിച്ച് പോകുന്നതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അഥവാ ദൈവത്തിൻ്റെതായിരിക്കും, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെതായിരിക്കുന്ന മഹത്വവും ദൈവത്തിൻ്റെതായിരിക്കുന്ന അധികാരവും 2ഉമാണോ ഈ പൗരോഹിതനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൗരോഹിത്യ വസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവത്തിൻ്റെ അലങ്കാരത്തിനും ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ് പൗരോഹിത്യ വസ്ത്രം.
അതുകൊണ്ട് ഒന്നാമതായിട്ട് ഈ വസ്ത്രം എന്ന് പറയുന്നത് ഒരു ഡെക്കറേറ്റീവ് അലങ്കാരമായിട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, മഹാപുരോഹിതന്റെ വസ്ത്രം അലങ്കാരമായിട്ട് കൊടുത്തിരിക്കുന്നത് പറയുമ്പോൾ ഞാൻ പറയുണ്ടായി, വളരെ അലങ്കാരിതമായിരിക്കുന്ന വസ്ത്രമാണ് തനിക്കുള്ളത്. തൻ്റെ തലയിൽ ഒരു തൊപ്പിയുണ്ട്. ആ തൊപ്പിയിൽ തൻ്റെ നെറ്റിയിൽ കാണുന്ന ഒരു തങ്കം കൊണ്ടുള്ളൊരു പട്ടമാണ്. ആ പട്ടത്തിൽ എഴുതി വെച്ചുകൊണ്ട് ഹോളിനെസ് ടു ദ ലോർഡ്. അതിനുശേഷം നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പുറത്ത് കാണുന്നതാണ് ഏഫോദ് എന്ന് പറയുന്നത്. ഈ ഏഫോദ് രണ്ട് ഭാഗം പുറഭാഗമായിട്ട് ചേർത്തണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രണ്ട് ചുമലിൽ രണ്ട് ഗോമേദ കല്ലുകൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറയുണ്ടായി, ഇതാണ് ഗോമേദ കല്ല് ഒന്ന്, മറ്റേത് ഇങ്ങേ സൈഡിലും. ഓരോ ഇസ്രായേൽ മക്കളുടെ ഓരോ ഗോത്രങ്ങളുടെയും പേര്, 6 ഗോത്രങ്ങളുടെ പേര് ഒരു ഭാഗത്തെ കല്ലിലും മറ്റേ 6 ഗോത്രങ്ങളുടെ പേര് മറുഭാഗത്തെ കല്ലിലും പേര് കൊത്തിവെച്ചിട്ടുണ്ട്. ഇതിന് ശേഷമായിട്ട് ഉള്ളതായിരിക്കുന്ന മൂന്നാമത്തെ വസ്ത്രമാണ് ഈ കാണുന്നതായിരിക്കുന്ന, അതിന് പറയുന്ന പേര് ദ ബ്രസ്റ്റ് പ്ലേറ്റ്, ന്യായവിധി പതക്കം എന്ന് പറയും. ഈ ന്യായവിധി പതക്കം എന്ന് പറയുന്നത് 1 ചാൺ നീളം 1 ചാൺ വീതിയുള്ളതായിരിക്കുന്ന ഒരു പീസാണ്, ഒരു തുണി. അത് നീലനൂൽ, തൊമ്പ് നൂൽ, ചുവമ്പ് നൂൽ, പിരിച്ച പഞ്ഞുനൂൽ, പൊന്ന് മുതലായ വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരു പോക്കറ്റ്, ജസ്റ്റ് ലൈക്ക് എ പോക്കറ്റ്. ഈ പോക്കറ്റിൽ അതിൻ്റെ ഫ്രണ്ട് സൈഡ്, ഈ പോക്കറ്റിൽ 4 ഭാഗത്തേക്കും നൂല് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, 4 ഭാഗത്തേക്ക് നീലനൂല് പോകുന്നുണ്ട്. ഈ നൂല് ആ എഫോദുമായിട്ട് വളരെ ക്ലോസ്ലി യുണൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും ഈ ന്യായവിധി പതക്കത്തിന് ബ്രസ്റ്റ് പ്ലേറ്റ്സിന് ആടുവാനായിട്ട് സാധ്യമല്ല. ഈ ന്യായവിധി പതക്കത്തിൽ പ്രധാനമായിട്ട് 3-4 നിരകളായിട്ട് 12 വിധ രത്നങ്ങളാണ് അലങ്കരിച്ചിരിക്കുന്നത്. 1-ാമത്തെ നിര, 2-ാമത്തെ നിര, 3-ാമത്തെ നിര, 4-ാമത്തെ നിര. ഈ 4 നിരകളിൽ ഉള്ളത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഓരോ ഗോത്രങ്ങളുടെ പേര് അതിൻ്റെ ഓരോ കല്ലുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അവരുടെ സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. സ്വഭാവത്തിനനുസൃതമായിട്ടുള്ള കല്ലുകളും രത്നങ്ങളുമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു പോക്കറ്റ് പോലാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒരു കാര്യം വെച്ചിട്ടുണ്ട്. അതാണ് ഊറീമും തുമ്മീമും. 2 കല്ലുകളാണ് ഈ പോക്കറ്റിനകത്ത് ന്യായവിധി പതക്കത്തിനകത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്ന ചിന്തിക്കുകയാണ്. ഈ പുറത്ത് കാണുന്ന ഏഫോദിൻ്റെ പുറത്ത് കാണുന്നതാണ്, ഈ ഭാഗം മാത്രമാണ് ന്യായവിധി പതക്കം. ഇത് ഒരു തുണി, നമ്മൾ നീലനൂൽ, തുമ്പ് നൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞുനൂൽ, പൊന്ന് എന്നിവ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന 1 ചാൺ നീളം 1 ചാൺ വീതി ഉള്ളതായിരിക്കും ഒരു പോക്കറ്റ് പോലെയുള്ള ഒരു വസ്തു ഒന്നാണ്. അത് ഏഫോദുമായിട്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്നു. അതിൻ്റെ പുറത്ത് ഭാഗത്താണ് 12 രത്നങ്ങൾ വെച്ചിരിക്കുന്നത്. ഈ പോക്കറ്റിൻ്റെ അകഭാഗത്താണ് തുമ്മീമും ഊറീമും തുമ്മീമും വെച്ചിരിക്കുന്നത്. അതാണ് വെളിപ്പാടും സത്യവും. ഇതിൽ കൂടെയാണ് ദൈവത്തിൻ്റെ ആലോചന പുരോഹിതൻ പ്രാപിക്കുന്നത്. അതിന് ശേഷമുള്ള തൻ്റെ വസ്ത്രമാണ് ഈ നടുക്കെട്ട് എന്ന് പറയുന്നത്. ഇതും വളരെ വാല്യുബിൾ ആയിരിക്കുന്ന ഒരു വസ്ത്രമാണ്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കാണുന്നതാണ് ബ്ലൂ കോട്ട്, നീലക്കുപ്പായം. അതിന് പറയുന്ന വേറൊരു പേരുണ്ട്, നീളക്കുപ്പായം എന്നാണ് പറയുന്നത്. ആ നീളക്കുപ്പായം അതിൻ്റെ താഴ്ഭാഗത്താണ് അതിൻ്റെ താഴ്ഭാഗത്താണ് അതിൻ്റെ മാതളപ്പഴം, പൊന്മണി എന്നുള്ള രീതികളിൽ അതിൻ്റെ വിളമ്പിൽ ചുറ്റും തയ്ച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ താഴത്തെ ഭാഗത്ത് വീണ്ടും ഒരു കുപ്പായമുണ്ട്. ആ കുപ്പായമാണ് ഫൈൻ ലിനൻ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കുപ്പായം. ഇതാണ് സാധാരണ പുരോഹിതന്മാർക്ക് ഒക്കെയുമുള്ളത്. ഈ കുപ്പായത്തിൻ്റെ അടിയിൽ ഒരു കാൽച്ചട്ടയുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് അത് കെട്ടിവെക്കുവാനുള്ള ഒരു നടുക്കെട്ട് ഇതിൻ്റെ അകത്തുണ്ട്, ഇതിനകഭാഗത്തുണ്ട്. സാധാരണ പുരോഹിതന് ഒരു തൊപ്പിയുമുണ്ട്. അപ്പോൾ ഇത് സാധാരണപ്പെട്ട ഒരു പുരോഹിതൻ ധരിക്കുന്ന വസ്ത്രമെന്ന് പറയുന്നത് 4 പ്രത്യേക വസ്ത്രങ്ങളായിരിക്കും. മഹാപുരോഹിതന് ഇതിന് മുകളിലുള്ള കുപ്പായം കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം ഒരു അലങ്കാരിതനായിട്ട് നിൽക്കുകയാണ്. സകലവിധമായ രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനായി. ആര് കണ്ടാലും അതിൻ്റെ പ്രൗഢി, തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിലും സാധാരണപ്പെട്ട ഒരു പുരോഹിതൻ്റെ വസ്ത്രമെന്ന് പറയുന്നത് ഈ കാണുന്നതൊന്നുമല്ല. ഇതൊറ്റ ഡ്രസ്സേ ഉള്ളൂ. ഇതൊള്ളി മഹാപുരോഹിതന് മാത്രമാണ്.
അഹരോൻ മരിച്ചു കഴിയുമ്പോൾ അഹരോൻ്റെ അടുത്ത മകൻ ആരാണ്, അവർക്കായിരിക്കും ഈ പൗരോഹിത്യ വസ്ത്രം കൊടുക്കുന്നത്. ഇതിങ്ങനെ മാറി മാറി പോകുന്ന ഒരേ ഒരു വസ്ത്രമാണ് ഈ അഹരോൻ്റെ വസ്ത്രം എന്ന് പറയുന്നത്, അഥവാ മഹാപൗരോഹിത്യ വസ്ത്രം എന്ന് പറയുന്നത്. ഇതൊന്നിൽ കൂടുതൽ തയ്പ്പിക്കാറില്ല, അത് ഒറ്റയൊരെണ്ണമേ ഉള്ളൂ. അതിങ്ങനെ മാറി മാറി ഓരോരുത്തരുടെ മരണശേഷം അടുത്ത അനന്തരാവകാശി അതിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സാധാരണപ്പെട്ട ഒരു പുരോഹിതന് ഉള്ള വസ്ത്രമാണ് ഈ മേളിൽ പറയുന്നതായിരിക്കുന്ന തൊപ്പി. അത് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായ തൊപ്പി. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നീളക്കുപ്പായം, പഞ്ഞിനൂൽ കൊണ്ടുള്ള കുപ്പായം, പഞ്ഞിനൂൽ കൊണ്ടൊരു കാൽച്ചട്ട, അതോടൊപ്പം തന്നെ പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുക്കെട്ടും കാൽച്ചട്ടയും നമുക്കിവിടെ വിസിബിൾ അല്ല. ഇതാണ് സാധാരണപ്പെട്ട ഒരു പുരോഹിതൻ്റെ വസ്ത്രം. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്ന പോയിന്റ്. ഞാൻ പറഞ്ഞത് അഹരോൻ മഹാപുരോഹിതനായിരിക്കുമ്പോൾ അഹരോനെ ഒറ്റ നോട്ടത്തിൽ ആക്ക് കണ്ടാൽ മനസ്സിലാക്കുവാൻ സാധിക്കും, ഇദ്ദേഹം ഏതോ ഒരു മാന്യനാണ്, പ്രൗഢിയോടുകൂടെ നിൽക്കുന്നു. എന്നാൽ സാധാരണപ്പെട്ട ഒരു പുരോഹിതൻ്റെ വസ്ത്രമെന്ന് പറയുന്നത് ഈ രീതിയിലല്ല പോകുന്നത്. പിന്നെയോ ഒരു പഞ്ഞിനൂൽ കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു നീളക്കുപ്പായ, പഞ്ഞിനൂൽ കൊണ്ടുള്ളതായിരിക്കുന്ന കാൽച്ചട്ട, പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുക്കെട്ട്, പഞ്ഞിനൂൽ കൊണ്ടുള്ളതായിരിക്കും തൊപ്പി. ഇതോടുകൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മാത്രമേ ആ വ്യക്തിയെ വെളിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധവചനം പഠിപ്പിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് കടന്നു പോകട്ടെ. പുറപ്പാട് 28-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. പുറപ്പാട് 28:40. ഈ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ പറയപ്പെടുന്ന ഒരു വേർഡ് ഇതാണ്. ഇവർ ധരിക്കുന്നതായിരിക്കുന്ന വസ്ത്രം 4 വിധ വസ്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാം പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രമാണെങ്കിലും ദൈവം അവിടെയും കൊടുത്തിരിക്കുന്ന ഒരു വേർഡുണ്ട്, നിന്റെ അഹരോൻ്റെ പുത്രന്മാർക്ക് വേണ്ടി. എന്തിന്? മഹത്വത്തിനും അലങ്കാരത്തിനും. മഹാപുരോഹിതൻ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് മഹാപുരോഹിതൻ മാത്രമാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നുള്ളതല്ല. പിന്നെ ഒരു സാധാരണപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാധാരണപ്പെട്ട പുരോഹിതൻ, ആ പുരോഹിതനും ദൈവത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക, ഒരു വളരെ കാഴ്ചയ്ക്ക് വളരെ വാല്യുബിളായിട്ട് തോന്നുന്ന വസ്ത്രം ധരിച്ചു കൊണ്ടിരിക്കുന്ന പുരോഹിതനെ നോക്കിയാൽ നമുക്ക് പറയാം, ഇത് ഏതോ ശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ആ ശ്രേഷ്ഠത തോന്നുകയില്ല ഒരു സാധാരണപ്പെട്ട പുരോഹിതനെ കണ്ടാൽ. എന്നാൽ ആ സാധാരണപ്പെട്ട പുരോഹിതൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ദൈവം ഇപ്രകാരം പറയുന്നു, മഹത്വ ഫങ്ഷണലാണ്, പ്രവർത്തിക്കേണ്ടതാണ്. ചില പ്രവർത്തനങ്ങൾ അതിനകത്തുണ്ട്. ഫങ്ഷണൽ, ഒന്ന് ഞാൻ പറഞ്ഞു ഡെക്കറേറ്റീവ്, അലങ്കരിക്കേണ്ടതിന്. 2 ഞാൻ പറഞ്ഞത് ഫങ്ഷണലാണ്. ഇതിന് ചില ഫങ്ഷൻ ചെയ്യുവാനുണ്ട്. വെറുതെ ഒരു കുപ്പായം അങ്ങുകൊണ്ട് വെക്കുക അല്ല ചെയ്യുന്നത്. പിന്നെയോ ഇതിനകത്ത് ഓരോന്നിനും ഓരോ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുവാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫങ്ഷൻ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ ഇതിനകത്ത് ഫങ്ഷൻ ചെയ്ത് നമ്മൾ ആദ്യം കണ്ടതായിരിക്കുന്ന ഒന്ന് മാത്രം ഞാൻ ഉദാഹരണം പറഞ്ഞു പോകാം. ഞാൻ ആദ്യം പറഞ്ഞു, ന്യായവിധി പതക്കത്തിൽ 2 കല്ലുകൾ വെച്ചിട്ടുണ്ട്. അതാണ് ഊറിമും തുമ്മീമും. മറ്റാരും അത് കാണുന്നില്ല എങ്കിലും ആ കല്ലുകൾ വെറുതെ അല്ല വെച്ചിരിക്കുന്നത്, അതിന് ഫങ്ഷൻ ചെയ്യുവാനുണ്ട്. എന്താ അത് ഫങ്ഷൻ ചെയ്യുവാനുള്ളത്? അത് ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള അരുളപ്പാട് മഹാപുരോഹിതനെ പ്രാപിക്കുവാനുള്ള മീഡിയ ആയിരുന്നു ഈ 2 കല്ലുകൾ. ശ്രദ്ധിക്കണേ നിങ്ങൾ, അന്ന് പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അരുളപ്പാട് കിട്ടുന്നത് ഈ ഊറിമും തുമ്മീമും കൂടെയാണ്. നിങ്ങൾക്കറിയാം, വേദപുസ്തകം നമ്മൾ പലപ്പോഴും വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ചീട്ടിടുന്നു എന്ന് പറയുന്നത്. അത് വാസ്തവമായിട്ട് അത് ഈ വിഷയമാണ്. അപ്പോൾ ഊറിമും തുമ്മീമും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ആലോചന പ്രാപിക്കുവാനുള്ള ഒരു മീഡിയ ആയിരുന്നു ഈ 2 കല്ലുകൾ. അതുകൊണ്ട് വെറുതെ അല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ ധരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെല്ലാറ്റിനും എന്തുണ്ട്? ഓരോ ഫങ്ഷൻ അതിന് ചെയ്യുവാനുണ്ട്. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്, ഇതിൻ്റെ എല്ലാ ഓരോ ഭാഗത്തിനും അതിൻ്റെതായിരിക്കും ഫങ്ഷനുണ്ട്. അപ്പോൾ വെറുതെ അല്ല ഇത് വെച്ചിരിക്കുന്നത്. ഈ അഹരോൻ്റെ അഥവാ പൗരോഹിത്യ വസ്ത്രം നമ്മൾ പഠിക്കുമ്പോൾ അത് ഫങ്ഷണലാണ്, പ്രവർത്തനിക്കേണ്ടതിന് വേണ്ടിയാണ്. 3ാമത്തെ പ്രത്യേകത, അത് സിംബോളിക്കാണ്. അത് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്കറിയാം, ഈ അഹരോൻ്റെ പൗരോഹിത്യം, മഹാപുരോഹിതനെന്ന് അഹരോനെ കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശുവിനെ എന്ത് വെളിപ്പെടുത്തുന്നു? ശ്രേഷ്ഠ മഹാപുരോഹിതൻ. എന്തുകൊണ്ട് അത് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഈ അഹരോൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എന്തു മാത്രമായുള്ളൂ? നിഴല് മാത്രം, ഷാഡോ മാത്രമായത് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിനെ സിംബലൈസ് ചെയ്യുന്നതായിരുന്നു ആര്? അഹരോൻ.
അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം ഇവിടെ വെച്ചിരിക്കുന്ന 12 കല്ലുകളുണ്ട്. ഈ കല്ലുകൾ സിംബലൈസ് ചെയ്യുക. ആരെയാണ് സിംബലൈസ് ചെയ്യുന്നത്? 12 ഗോത്രങ്ങളെ. ഈ ചുമലിൽ വെച്ചിരിക്കുന്ന 2 ഗോമേദ കല്ലുകളിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളുടെ പേരുകളുണ്ട്. അതാരെ ചൂണ്ടിക്കാണിക്കുന്നു? ഇസ്രായേൽ മക്കളെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ട് ഈ പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 3 രീതിയിലാണ് നമ്മളതിനെ കാണുവാൻ സാധിക്കുന്നത്. 3 രീതിയിൽ കാണുന്നു. ഒന്ന്, അതൊരു ഡെക്കറേറ്റീവായിട്ട്, അലങ്കാരികമായിട്ട് കാണുന്നു. എന്ത്? ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവത്തിൻ്റെ അധികാരവും വെളിപ്പെടുത്തുന്നത്. 2, നമ്മൾ കണ്ടത് അത് ഫങ്ഷണലാണ്. അത് പ്രവർത്തിക്കുവാൻ ചിലതുണ്ട്. അതിന് ഓരോന്നിനും ഓരോ പാർട്ട് പ്രവർത്തിക്കുവാനായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ വെളിപ്പെടുത്തുവാൻ പോകുന്നത് ഒരു പൗരോഹിത്യത്തിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. 3 നമ്മൾ കാണുവാൻ ഇടയായിത്തീരുന്നത് അത് എന്തായിരിക്കുന്നു? അതൊരു സിംബോളിക്കായിട്ട് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനെ അത് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് ഈ പൗരോഹിത്യ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആരാണ് ഇത് പണിതത്? ആരാണ് ഇതിൻ്റെ ക്രാഫ്റ്റ്സ്മാൻ? ആരാണ് ഇത് പണിയുവാനിടയായിത്തീരുന്നത്? വായിച്ചോട്ട് പുറപ്പാട് പുസ്തകം 36-ാം അധ്യായം 28-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വായിച്ചാട്ട്. എക്സോഡസ് ചാപ്റ്റർ 28:3. ദൈവം അവിടെ പറയുന്നത് സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ആരെക്കുറിച്ച് ആഗ്രഹിച്ചുവോ അവരെ കൊണ്ട് തന്നെയാണോ ദൈവം ഏതും ചെയ്യിപ്പിക്കുവാൻ പോകുന്നത്? ഈ പൗരോഹിത്യ വസ്ത്രം ഉണ്ടാക്കുവാൻ. എന്നാൽ ഒരു പ്രത്യേകത അവിടെ നമ്മൾ കാണുന്നത്, ഒരു ഇൻഡിവിജ്വലിൻ്റെ പേര് നമ്മൾ കാണുന്നില്ല. സമാഗമന കൂടാരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ബസലേലിനെയും ഹോലിയാബിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പിനെന്ന് ദൈവം അരുളി ചെയ്ത് അവരെ കൊണ്ട് ദൈവം സമാഗമന കൂടാരത്തിൻ്റെ പണി ചെയ്യിക്കുമ്പോൾ അഹരോൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ദൈവം കൊടുക്കുന്ന കൽപ്പന ഇപ്രകാരമാണ്: ഞാൻ ആത്മാവിനാൽ നിറച്ചിരിക്കുന്ന സകലരോടും. ഒരു ഇൻഡിവിജ്വലിനെ അല്ല ദൈവം കാണുന്നത്. എന്നാൽ ദൈവം അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം ആരെയെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിട്ടുണ്ട് അവരാണ് ഈ ജോലി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു വ്യക്തി തൊടേണ്ടതല്ല ഈ പൗരോഹിത്യ ശുശ്രൂഷ. സാധാരണപ്പെട്ട ഒരു വ്യക്തി ചെയ്യേണ്ടതല്ല ഈ പുരോഹിത വസ്ത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇതിന് ഉണ്ടാക്കുവാൻ യോഗ്യതയുള്ള ഒറ്റക്കൂട്ടമേ ഉള്ളൂ. അത് ദൈവം തൻ്റെ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണിയുടെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഈ ഭൂമിയിൽ ഒരു മനുഷ്യനല്ല, പകരം ആരുടേതാ? ദൈവത്തിൻ്റെതാ. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നടക്കുന്നതായിരിക്കുന്ന ഇവിടെ അഹരോൻ്റെ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അഹരോൻ്റെ വസ്ത്രത്തിലുള്ളതായിരിക്കുന്ന സകലവിധമായിരിക്കുന്ന വസ്ത്രങ്ങളും ഉണ്ടാക്കുന്നത് ഈ ഭൂമിയിൽ ഒരു വ്യക്തിയാണെങ്കിലും ആ വാസ്തവത്തിൽ അതാരാ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ദൈവം തൻ്റെ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുക, ദൈവം തൻ്റെ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയപ്പെട്ടവരാണ് ഈ പണി ചെയ്യുവാനായിട്ട് കാരണമായിത്തീർന്നത്. 36-ാം അധ്യായത്തിൽ എക്സോഡസ് ചാപ്റ്റർ 36 വേഴ്സ് 1-3, 1 മുതൽ 3 വരെയുള്ള വാക്യം. ദൈവം വീണ്ടും അവിടെ കൽപ്പിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്, ദൈവം ആരെയെല്ലാം ജ്ഞാനം കൊണ്ട് നിറച്ചിട്ടുണ്ടോ അവരാണോ ഈ പ്രത്യേകമായിരിക്കുന്ന പണി ചെയ്ത് തീർക്കേണ്ടത്. ഇതിൻ്റെ മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുന്നു? എവിടെ നിന്നാണ് ഇതിൻ്റെ മെറ്റീരിയൽ? ഒന്ന് വായിച്ചോട്ടെ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു കൊള്ളുക. ബട്ട് നമ്മൾ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സെക്കൻഡ് വേഴ്സ്. നമ്മൾ വായിക്കുന്നത് എക്സോഡസ് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 2 മുതൽ 7 വരെ. എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സ് 2-7. ഇതാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ താഴോട്ടുള്ള നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചുള്ള അവിടെ പറയുന്നത്, ദൈവം അവരോട് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ തക്കവണ്ണം. ആരോടാ പറഞ്ഞത്? ഇസ്രായേൽ മക്കളോട്. എന്ത് പറയണം? ആരായിരിക്കണം ഇസ്രായേൽ മക്കളുള്ളവർ? വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ട വാക്യം. നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങുക. ദൈവം കൽപ്പിച്ച ഒരു കാര്യമാണ്. ദൈവം ആഗ്രഹിച്ചതായിരിക്കുന്ന ഈ പ്രത്യേകമായിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഈ സമാഗമന കൂടാരം ഉണ്ടാക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചപ്പോൾ ദൈവം അതിൻ്റെ ഫൈനാൻസ് റേസ് ചെയ്തത് ഈ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങളിൽ മനസ്സുള്ളവർ അത് ദൈവത്തിന് വേണ്ടി കൊണ്ടുവരിക. വായിച്ചാട്ട് ഒരു വാക്യം കൂടെ. പുറപ്പാട് 36-ാം അധ്യായം 36-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ട്.
ജനം കൊണ്ടുവരുന്നു. എങ്ങനെ കൊണ്ടുവരുന്നു? വേണ്ടതിൽ അധികമായി. അപ്പോൾ ഇവിടെ എന്തെല്ലാം ഉണ്ടാകണം അതിനുള്ളത് മുഴുവൻ ആരാ കൊണ്ടുവരുന്നത്? ജനം കൊണ്ടുവരുന്നു. എന്ന് പറഞ്ഞാൽ ജനത്തിൽ നിന്നാണ് ദൈവം ഇത് മുഴുവൻ ഒരുക്കിയത്. നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞു, അവിടെ ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വായിച്ചാട്ട് പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 25-ാം വാക്യം. പുറപ്പാട് 35-25. എക്സോഡസ് ചാപ്റ്റർ 35 വേഴ്സ് 25. എന്ത് സംഭവിച്ചു? ഇത് ഓരോരുത്തർ അവരവരുടെ വീതം കൊണ്ടുവരികയാണ്. മോശ ഇസ്രായേൽ മക്കളോട് പറയുണ്ടായി, നിങ്ങൾ സ്വമനസ്സോടുകൂടെ നിങ്ങൾ കൊണ്ടുവരുവാൻ പറഞ്ഞപ്പോൾ ദൈവം ഓരോരുത്തരുടെ ഉള്ളത്തിൽ താല്പര്യം കൊടുത്ത പോലെയാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സാമർത്ഥ്യമുള്ള സ്ത്രീകൾ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞനൂൽ, പൊന്ന് എന്നിവ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരത്തിൻ്റെ വേലയ്ക്ക് വേണ്ടതായിരിക്കുന്ന, അല്ലെങ്കിൽ പൗരോഹിത്യ വസ്ത്രത്തിന് വേണ്ടതായിരിക്കുന്ന സകല മെറ്റീരിയൽസും ലഭിച്ചത് എവിടുന്ന് തന്നെയാണ്? ഇസ്രായേൽ മക്കൾ തന്നെയാ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഒരു വേലയെ പരമേൽപ്പിക്കുന്നുവെങ്കിൽ, ദൈവം ഒരു വേലയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ റിസോഴ്സസ് എന്ന് പറയുന്നത് വേറെ ഒരിടത്തൊന്നും ആയിരിക്കത്തില്ല, അതിന് മധ്യത്തിൽ തന്നെ ആയിരിക്കും. ദൈവത്തിന് എപ്പോഴും അതിൻ്റെ റിസോഴ്സസ് അവിടെ തന്നെ ഉണ്ട്. ദൈവം ഒരു പ്രവർത്തനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവം ഒരു പ്രവൃത്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ പ്രവൃത്തി ദൈവത്തിന് ഹിതമാകുന്നുവെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഓടി നടക്കേണ്ട ഒരാവശ്യവും ഒരു ദൈവിക ശുശ്രൂഷ ഉണ്ടാകത്തില്ല. ഇതിനകത്തൊരു ഫോറിൻ കോൺട്രിബ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല. എന്താ ഇവിടെ പറയുന്നത്? ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലത് ആഗ്രഹിച്ചപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ തന്നെ കിടപ്പുണ്ട് ഇത് മുഴുവൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരാരായിരുന്നു? ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ അടിമകളായിരുന്നു. ഇവരുടെ വീട്ടിൽ എന്താ ഉണ്ടായിരുന്നത്? ഇവർ വീണ്ടും വളരെയധികമായിട്ട് മോശയ്ക്കെതിരായിട്ട് ഇവർ കുറ്റം പറഞ്ഞുകയുണ്ടായി. ഞങ്ങൾ അവിടെ വെച്ച് ഞങ്ങൾ എന്തെല്ലാം തിന്ന് ജീവിച്ചവരാ, ഇപ്പം ഞങ്ങൾക്ക് ആഹാരം പോലും കഴിക്കുവാൻ മാർഗമില്ല. മിസ്രൈമ്യർ ഞങ്ങളെ വളരെയധികമായിട്ട് ഉപദ്രവിക്കുന്നു. അപ്പോൾ ഈ മിസ്രൈമ്യരുടെ ഉപദ്രവം സഹിച്ച് പ്രോപ്പറായിരിക്കുന്ന ആഹാരമില്ലാതെ കിടന്ന ജനമാണ് ഈ സമാഗമന കൂടാരത്തിന് വേണ്ടതായിരിക്കുന്ന സകലതും. ഒരിക്കൽ ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കുവാനില്ലാതെ അവർക്ക് വേണ്ടതായിരിക്കുന്ന ഒന്നുമില്ലാതെ കിടന്ന സാധാരണപ്പെട്ട ഇസ്രായേൽ മക്കൾക്കൂടെയാണ് ദൈവം ഈ സമാഗമന കൂടാരത്തിൻ്റെയോ അഹരോന്റെ വസ്ത്രത്തിൻ്റെയോ വേണ്ടതായിരിക്കുന്ന സകലതും ഒരുക്കിയത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇത് എവിടുന്ന് കിട്ടി? ഇത് ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്നതാണെങ്കിലും ഇത് അവരുടെ സ്വന്തമായിട്ടുള്ളതല്ല, ഇത് അവർ സ്വന്തമായിട്ട് കൊണ്ടുവന്നതല്ല. പിന്നെ എവിടുന്നാണ് ഇവർക്ക് ഇത് കിട്ടിയത്? വായിച്ചാട്ടൊരു വാക്യം കൂടെ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 35-36 വാക്യം. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനമനുസരിച്ച് ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. ഇവിടെ ഈ ദൈവാലയത്തിന് പണിക്ക് വേണ്ടി അവർ കൊണ്ടുവന്നതായിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് അവരുടെ കൈകൊണ്ട് അവർ അധ്വാനിച്ചുണ്ടാക്കിയതല്ല. നീണ്ട വർഷങ്ങൾ അവരുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളല്ല. പിന്നെ എവിടുന്നാണ് ഇവർക്ക് ഇത് കിട്ടിയത്? ദൈവം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുവാനായിട്ട് കൽപ്പന കൊടുത്തപ്പോൾ ദൈവം മോശം മുഖാന്തരമായിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടു പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ മിസ്രൈമ്യരോട് നിങ്ങൾ പൊന്നും വെള്ളിയും മറ്റുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ചോളാൻ പറഞ്ഞു. അവിടെ വെച്ച് അവർ പുറപ്പെടുന്നതിന് മുമ്പ് മിസ്രൈമ്യരോട് അവർ ചോദിച്ചു. ദൈവം അവരോട് കൃപ കാണിച്ചു. അതുകൊണ്ട് മിസ്രൈമ്യർ ആ ഇസ്രായേൽ മക്കൾ ചോദിച്ച മുഴുവൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. അതാണ് ഇവിടെ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇത് ഇസ്രായേൽ മക്കളുടെ അധ്വാനം കൊണ്ട് ലഭിച്ചതല്ല. നാളുകൾക്ക് മുൻപ് സ്വർഗത്തിലെ ദൈവം മനസ്സിലാക്കി, ഈ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വസിക്കേണ്ടതിന് ഒരു തിരുനിവാസം ഉണ്ടാക്കണം. അവരുടെ നടുവിൽ ഞാൻ വസിക്കേണ്ടതിനോ ആ തിരുനിവാസം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്ന് സ്വർഗത്തിലെ ദൈവം മുന്നമേ മനസ്സിലാക്കി. ഒന്ന് പറഞ്ഞു, കുഞ്ഞെ നീ പോരുന്നതിന് മുമ്പായിട്ട് നീ ഒന്ന് ചോദിച്ചു പോരണം, അത് കിട്ടുന്നൊക്കെ വാങ്ങിച്ചോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ദൈവം കൃപ കാണിച്ചത് കൊണ്ട് അവരുടെ കരങ്ങൾ ലഭിച്ചതാ. ശ്രദ്ധിച്ചാണ് ഞാൻ പറയുന്ന പോയിന്റ്.
ഇതവരുടെ എബിലിറ്റി കൊണ്ട് മേടിച്ചതല്ല, ഇതവരുടെ കഴിവുകൊണ്ട് ലഭിച്ചതല്ല. പിന്നെയോ ദൈവം അവരോട് കൃപ കാണിച്ചത് കൊണ്ട് ദൈവം അവർക്ക് കൊടുത്ത ദാനമാണ്. ഇതുകൊണ്ടാണ് ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. വായിച്ചോട്ടെ, 1 ദിനവൃത്താന്തം, 1 Chronicle chapter 29 verse 14. ശലോമോൻ ദേവാലയം പണിയുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ദാവീദ് ഒരുക്കി വെച്ചതിന് പകരമായിട്ട് കൂടുതലായിട്ട് ദൈവം ശലോമോനിൽ കൂടെ പറഞ്ഞു. ശലോമോന് ജനം കൊണ്ടുവരുന്നത് ഇത് കണ്ട സമയത്ത് ദൈവത്തോട് ശലോമോൻ രാജാവ് തിരിച്ചു പറയും, ദൈവമേ, ഇത്ര മനഃപൂർവ്വമായി നിനക്ക് ദാനം തരുവാൻ ഞങ്ങൾ പ്രാപ്തരാണ്. എന്നിട്ട് താഴെ എന്തുകൊണ്ട്, വായിച്ചോട്ടെ താഴോട്ട്, സകലതും നിങ്കിൽ നിന്നും, ഇതാണ് വിഷയം. സകലതും നിങ്കൽ നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക്. ഇസ്രായേൽ മക്കൾ ചെയ്ത് അത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുണ്ടായി, അഹരോന്റെ വസ്ത്രത്തിനും തന്നെ കോടിക്കണക്കിന് വില വരുമെങ്കിൽ ആ വിലയുള്ളതായിരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ദൈവം ഒരു ഓൾട്ടർ കൊടുത്ത സമയത്ത് ഈ പണി ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യർ ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മോശയോട് വന്ന് ഇപ്രകാരം പറഞ്ഞു, മോശെ, നീ ഒരു കാര്യം ചെയ്യ്, ജനത്തോട് പറ ഇനിയും കൊണ്ടുവരണ്ട. ഇതിലധികമായി ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ പണിയേണ്ടതിന് ഉപരിയായി ഞങ്ങൾക്ക് കിട്ടി. എവിടുന്നാണ് ഇത് വന്നത്? ഇത് ഇസ്രായേൽ മക്കളുടെ കയ്യിൽ നിന്ന്. എവിടുന്ന് അവർക്കിത് കിട്ടിയത്? ദൈവം അവർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വാങ്ങി ദൈവത്തിന് കൊടുക്കും. നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കോണേ, നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അവർ വാങ്ങി ദൈവത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ മക്കളെ ഈ സാധനങ്ങളൊക്കെ ചില കാലത്തേക്ക് സൂക്ഷിക്കാനായിട്ട് ദൈവം ഫലമേൽപ്പിച്ചതാണ്. മനസ്സിലാവുന്നോടെ ഞാൻ പറഞ്ഞു വരുന്നത്? ഇത് നാളുകളായിട്ട് പെർമനൻ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ദൈവം കൊടുത്തതല്ല. പിന്നെയോ ചില കാലത്തേക്ക് ദൈവത്തിന് പ്രയോജനപ്പെടുമാറ് ഉപയോഗിക്കേണ്ടതിന് വേണ്ടി കൈകാര്യം ചെയ്യുവാനായിട്ട് ദൈവം ഫലമേൽപ്പിച്ചത്, ചില കാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണമേ, ഞാൻ ഈ ഭാഗം ഞാൻ വിടുകയാണ്. നിങ്ങൾ വീട്ടിൽ പോയി ഇതിനെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുക. നമുക്ക് ലഭിക്കുന്ന സകല നന്മകളും, നമുക്ക് ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങളും, നമ്മളിന്ന് പ്രാപിക്കുന്ന ആരോഗ്യമായിക്കോട്ടെ, നമ്മളിന്ന് പ്രാപിക്കുന്ന നമ്മളിന്ന് അനുഭവിക്കുന്നതായിരിക്കും സമ്പത്തായിക്കോട്ടെ, ഇതൊന്നും എൻ്റെയോ നമ്മുടെയോ മിടുക്കുകൊണ്ട് നമുക്ക് ലഭിച്ചതല്ല. സകലതും ദൈവം എന്നോട് കൃപ കാണിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും പിന്നോട്ട് ചിന്തിച്ച് നോക്കിയാൽ പറയുവാൻ സാധിക്കും, ദൈവം എന്നോട് കൃപ കാണിച്ചതാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. ഒരുപക്ഷെ പറയുമായിരിക്കെ ഞാൻ മാസം ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തിയെ, എങ്കിലും മനസ്സിലാക്കണമേ, മാസം ശമ്പളം മേടിക്കുന്ന പലരും പല രോഗത്തിന് അടിമയായി കിടന്നപ്പോൾ നിന്നെ രോഗത്തിന് പോലും തൊടാതെ വണ്ണം ദൈവം പരിപാലിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവം നമ്മോട് കൃപ കാണിച്ചതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ കരങ്ങൾ തന്നിരിക്കുന്നതൊക്കെ ചില കാലത്തേക്ക് ദൈവം എൻ്റെ കരങ്ങൾ തന്നിരിക്കുക. ആർക്ക് വേണ്ടിയാണെന്നറിയാം? ദൈവത്തിന് പ്രയോജനപ്പെടുക, സ്വന്തത്തിന് വേണ്ടിയല്ല. ചില കാലത്തേക്ക് ദൈവം തന്നിരിക്കുന്നു. അത് കൊടുക്കുമ്പോഴാണ് ദൈവം അവരെ തുടർന്നും മാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ കടന്നു വരുന്നത്. ഞാൻ ഈ വേർഡ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിക്കട്ടെ. എനിക്കും നിങ്ങൾക്ക് ലഭിച്ചു സാധിക്കുന്ന സകല ദാനങ്ങളും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ലഭിച്ചതാണ്. രണ്ടാമതൊന്നുകൂടെ ഞാൻ പറയട്ടെ, ദൈവം ഒരു മിനിസ്ട്രി ആഗ്രഹിക്കുമ്പോൾ മറ്റെങ്ങൊന്നും ദൈവം ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അതിനുള്ള വകുപ്പ് ദൈവം തന്നെ മക്കൾ കൊടുത്തിട്ട ആ ശുശ്രൂഷയ്ക്ക് ദൈവം മുമ്പോട്ട് ഗമിക്കും. കൊടുത്താൽ കൊടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, ഇല്ലെങ്കിൽ അവർ നശിക്കപ്പെടും. ദാറ്റ്സ് ഓൾ. ദൈവത്തിൻ്റെ വേലയ്ക്ക് മുടക്കം വരത്തില്ല. ഇന്ന് നീ കൊടുത്തില്ലെങ്കിൽ നാളെ വേറെ ആൾ കൊടുക്കും. പക്ഷെങ്കിൽ എസ്തേറെ, നീ ഒന്ന് നോക്കണം, നീ രാജസ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് നീ മറ്റെല്ലാവരും രക്ഷപ്പെട്ടെന്ന് ചിന്തിക്കരുത്. നീ നിൻ്റെ കുടുംബവും നശിച്ചു പോകും. ഇസ്രായേൽ ജനത്തിന് വേറെ സ്ഥലത്ത് ഉദ്ധാരണവും രക്ഷയുണ്ടാകും. ദൈവത്തിൻ്റെ പ്ലാനിങ് ദൈവം ഒരിക്കലും മാറ്റിവെക്കത്തില്ല. ദൈവം അത് നിറവേറ്റും. ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. പ്രത്യേകിച്ച് ഈ വസ്ത്രം ദൈവം ഉണ്ടാക്കുവാൻ കൽപ്പിച്ചപ്പോൾ അതിന് വേണ്ടതായിരിക്കുന്ന വേണ്ടത് മുഴുവൻ ദൈവം ഇസ്രായേൽ മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുവാൻ കാരണമായി തീർന്നു.
ഇസ്രായേൽ മക്കൾക്ക് അത് പ്രൊവൈഡ് ചെയ്തപ്പോൾ പ്രധാനമായിട്ട് വസ്ത്രത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. പ്രധാനമായിട്ട് നമ്മൾ 8 വസ്ത്രങ്ങളെയാണ് നമ്മൾ 8 ആർട്ടിക്കിൾസ്, 8 വസ്ത്രങ്ങൾ. അതിനെ പ്രധാനമായിട്ട് നമ്മൾ 2ആയിട്ട് തിരിക്കുന്നു. ഒന്ന് ഇന്നർ ഗാർമെൻറ്റ്സ്, അകത്ത് ധരിക്കുന്നത്. 2 ഓവർ ഗാർമെൻറ്റ്സ്, അതിന് പുറത്ത് ധരിക്കുന്നത്. ഔട്ടറല്ല, അതിന് പുറത്ത് ധരിക്കുന്നത്. ഒന്ന് ഇന്നർ ഗാർമെൻറ്റ്സ്, 2 ഓവർ ഗാർമെൻറ്റ്സ്. ഇന്നർ ഗാർമെൻറ്റ്സ് 4 ഇന്നർ ഗാർമെൻറ്റ്സിനെ കാണുവാൻ സാധിക്കും. 4 ഇന്നർ ഗാർമെൻറ്റ്സ്. വായിച്ചോട്ട് പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 40, 42, 40 മുതൽ 42 വരെയുള്ള വാക്യം. പുറപ്പാട്, എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് നമ്പർ 40 to 42. 4 വസ്ത്രങ്ങളെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ 3 എണ്ണത്തിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്താട്ട്, ഒന്ന് അങ്കി, 2 നടുക്കെട്ട്, ഫസ്റ്റ് വൺ ട്യൂണിക്, സെക്കൻഡ് വൺ ഗേർഡിൽ, നടുക്കെട്ട്, മൂന്നാമത്തത് തൊപ്പി, ഹാറ്റ്. ഈ 3 വസ്ത്രങ്ങളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ വസ്ത്രം അതിൻ്റെ 42. ഒരു കാൽച്ചട്ട ഉണ്ടായിരിക്കണം. ദ ഫസ്റ്റ് വൺ ബ്രീച്ചസ്. 4 വസ്ത്രമാണ് പൗരോഹിത്യ വസ്ത്രത്തിലെ ഇന്നർ ഗാർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് ഒരു കാൽച്ചട്ട, 2 പുറത്ത് കാണുന്നതായിരിക്കുന്ന ഈ പഞ്ഞുകൊണ്ടുള്ളതായിരിക്കുന്ന വസ്ത്രം. ഇതിനകത്ത് ഭാഗത്തായിട്ടാണ് ആ നടുക്കെട്ട്, പഞ്ഞുകൊണ്ടുള്ള നടുക്കെട്ട്, തലയിൽ തൊപ്പി. ഈ 4 വസ്ത്രമാണ്, 4 പാർട്ടാണ് ഒരു പുരോഹിതൻ്റെ അകത്ത് ധരിക്കുന്ന വസ്ത്രം. ഓവർ ഗാർമെൻറ്റ്സ്. വായിച്ചോട്ട് എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് 6 to 9. പുറപ്പാട് 28 6 മുതൽ 9 വരെയുള്ള വാക്യം. 4 വസ്ത്രങ്ങൾ നോട്ട് ചെയ്താട്ട്. ഒന്ന് പതക്കം, ബ്രസ്റ്റ് പ്ലേറ്റ്. അതിൻ്റെ ഓർഡർ അങ്ങനെ അല്ല, ബട്ട് ഇവിടെ കാണുന്ന പോലെ ഞാനങ്ങ് പറയുക. ബ്രസ്റ്റ് പ്ലേറ്റ്, ന്യായവിധി പതക്കം. ഈ ന്യായവിധി പതക്കമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ 12 സ്റ്റോൺസ്, 12 രത്നങ്ങൾ. ഇതിനകത്ത് 2 കല്ലുകൾ, ഊറീമും തുമ്മീമും. ഇത്രയും അടങ്ങിയതാണ് ന്യായവിധി പതക്കം. 2 എഫോദ്. എഫോദ് എന്ന് പറയുന്നതാണ് ഈ അങ്കി, ഈ കാണപ്പെടുന്നതായിരിക്കുന്ന അങ്കി. എഫോദിൻ്റെ നോട് കൂടെ ചേർന്ന് തോളത്ത് 2 കല്ലുകൾ, ഗോമേദക കല്ലുകൾ, ഓണിക്സ് സ്റ്റോൺ. ആ എഫോദിൽ തന്നെ കടന്നു വരുന്നതായിരിക്കുന്ന നടുക്കെട്ട്, അത് എഫോദിൽ തന്നെയുള്ളതാണ് നടുക്കെട്ട്. ഇത് 3 കൂടെ ചേർന്നതാണ് എഫോദ്. പിന്നെ അച്ചുമൽക്കണ്ടങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്നതിനുള്ളത് നീലനാട, അത് ഇതൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഡ്രസ്സാണ് ബ്ലൂ ഡ്രസ്, ബ്ലൂ റോബ്, നീലക്കുപ്പായം. ഈ നീലക്കുപ്പായം ഒന്നുകിൽ ഫുൾ കൈ ആകാം, ആകാതിരിക്കാം. ബട്ട് സംഭവം അതിൻ്റെ കൈയുടെ ഭാഗമൊന്നും വെളിയിൽ കടന്നു വരുന്നില്ല. എന്നാൽ പ്രധാനമായിട്ടുള്ളത് ഒരു മാതളപ്പഴം മണി, അത് റൗണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മാതളപ്പഴം, ഒരു മണി.
മണി പൊന്നുകൊണ്ട് നിർമ്മിക്കപ്പെട്ടത്, മാതളപ്പഴം, നീലനൂൽ, ധൂമ്പനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞുനൂൽ, പൊന്ന് എന്നിവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടത്. 4-മത്തെ ഡ്രസ്സാണ് ഈ തൊപ്പിയിൽ മേൽ വച്ചിരിക്കുന്ന പൊൻപട്ടം, ഡയഡം. ഈ കാണുന്നതായിരിക്കുന്ന പൊൻപട്ടം. ഇതാണ് ഫൈൻ ലിനൻ കൊണ്ടുള്ള തൊപ്പി. ആ തൊപ്പിയുടെ മുൻഭാഗത്തായിട്ട് വച്ചിരിക്കുന്ന പൊൻപട്ടം. ഇതിനകത്ത് ഒരെഴുത്തുണ്ട്, ഹോളിനെസ് ടു ഗാഡ്, യഹോവയ്ക്ക് വിശുദ്ധം. നമ്മൾ കാണുന്നത് ഈ അഹരോൻ ധരിക്കുന്ന അല്ലെങ്കിൽ മഹാപുരോഹിതൻ ധരിക്കുന്ന ഈ വസ്ത്രമെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ വസ്ത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് ധരിക്കുന്നതാണ്. ആദ്യമായിട്ട് സാധാരണപ്പെട്ട പുരോഹിതൻ ധരിക്കുന്നത് പഞ്ഞുനൂൽ കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു അങ്കി, അതിലൊരു നടുക്കെട്ട്, അതിനകത്ത് ഒരു കാൽച്ചട്ട, അതിൻ്റെ തലയിൽ പഞ്ഞുനൂൽ കൊണ്ടുള്ള തൊപ്പി. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ധരിക്കുന്നതാണ്, ആദ്യം വരുന്നതാണ് നീലക്കുപ്പായം. നീലക്കുപ്പായത്തിൻ്റെ പുറത്ത് കടന്നു വരുന്നതാണ് ഏഫോദ് എന്നുള്ള അങ്കി. ഏഫോദിൻ്റെ അങ്കിയുടെ മുകൾ ഭാഗത്ത് വെച്ചിരിക്കുന്ന ഒരു വേറൊരു പീസാണ് ന്യായവിധി പതക്കം, ബ്രസ്റ്റ് പ്ലേറ്റ്. പിന്നീട് ആ തൊപ്പിയുടെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിരിക്കുന്നതാണ് പൊൻപട്ടം, ഡയഡം. ഇതാണ് പൗരോഹിത്യ വസ്ത്രമെന്ന് പറയുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചാട്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്താട്ട്, ലേവിയ പുസ്തകം 8-ാം അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 8 വേഴ്സ് 6 ഓൺവേർഡ്സ് ഒന്ന് വായിച്ചാട്ട് അതിനകത്ത് നമുക്ക് ദ ഓർഡർ ഓഫ് ഡ്രസ്സ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു ഓർഡർ നമുക്ക് കാണാൻ പറ്റും. ലെവിറ്റിക്കസ് ചാപ്റ്റർ 8, ലേവിയ പുസ്തകം 8-ാം അധ്യായം 6 മുതലുള്ള വാക്യം. ആദ്യം അവരെ വെള്ളം കൊണ്ട് കഴുകി. ഫസ്റ്റ് വൺ, ഉള്ളങ്കി ഇടിപ്പിച്ചു. ഉള്ളങ്കി എന്ന് പറയുന്നത് നെക്സ്റ്റ് അതിൻ്റെ നടുക്കെട്ട് കെട്ടി. പിന്നീട് ധരിപ്പിച്ചത് അങ്കി, ബ്ലൂ. അതിൻ്റെ മുകളിൽ എഫോ ധരിപ്പിച്ചു. ഇതാണ് ന്യായവിധി പതക്കം ധരിപ്പിച്ചു. തലയിൽ മുടി വെച്ചു, ദാറ്റ് മീൻസ് ഒരു തൊപ്പി വെച്ചു. മനസ്സിലായോ? ഓക്കെ, ഇതാണ് ഓർഡർ. തന്നെ ഓർഡിനേഷൻ ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് തന്നെ ധരിപ്പിച്ചതായിരിക്കുന്ന സ്ഥാനവസ്ത്രം ഈ രീതിയിലാണ് അത് പോകുന്നത്. വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് എവിടെയാണ് വെച്ചിരിക്കുന്നത് അറിയാമോ? സമാഗമന കൂടാരം എവിടെയാണ് വെച്ചേക്കുന്നത്? എവിടെ ഉണ്ടാക്കാനാണ് പറഞ്ഞേ? മരുഭൂമിയിൽ. മരുഭൂമി താഴെ മുഴുവൻ എന്തുകൊണ്ട്? സമാഗമന കൂടാരത്തിൻ്റെ അടിഭാഗം മുഴുവൻ, നിലം മുഴുവൻ നല്ല ശുദ്ധ പൊടിയാണ്. മഹാപുരോഹിതനെ കുറിച്ച് പഠിച്ചാൽ മഹാപുരോഹിതൻ്റെ കാലിൽ ഒരു ചെരുപ്പില്ല. മഹാപുരോഹിതൻ്റെ കാലിൽ ദൈവം ചെരുപ്പ് കൊടുത്തിട്ടില്ല. ചെരുപ്പിനെ കുറിച്ച് ആ ഭാഗം പഠിപ്പിക്കുന്നതേ ഇല്ല. ദാറ്റ് മീൻസ് ഈ പുള്ളി സഞ്ചരിക്കുന്ന മുഴുവൻ എങ്ങനെ ആയിരിക്കും എന്നറിയാം? ബെയർ ഫുട്ട്. കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എവിടാ നിൽക്കുന്നേ? മരുഭൂമിയിൽ മുഴുവൻ എന്ത് കിടക്കുക? പൊടി. യെസ്, കിട്ടിയല്ലോ ഉത്തരം അല്ലേ? ഓക്കെ. ഇന്ന് നമ്മൾ ധരിക്കാത്തതിന് കാരണമുണ്ട്. ഓൾറെഡി അത് അഹരോൻ്റെ പൗരോഹിത്യം മാറ്റപ്പെട്ടു. നമ്മൾ ആ വിഷയം പഠിക്കും. ഇന്ന് നമ്മൾ അഹരോൻ്റെ ക്രമപ്രകാരമല്ല. ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഒരു ചോദ്യത്തിനുള്ള സമയമുണ്ട്. വൺ മോക്ക്. യെസ്. മുടിയാ തൊപ്പി? ഹാറ്റ്? വിഗ് വെച്ചോന്നായിരിക്കും ചോദിച്ചല്ലേ? ഓക്കെ.
ഗുഡ് ക്വസ്റ്റ്യൻ, ഗുഡ് ബ്രദർ. ആക്ച്വലി പലരും ഇത് വായിച്ചു കഴിഞ്ഞാൽ മുടി എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും ആണെന്ന് ചിന്തിക്കും. ബട്ട് യു ബ്രോട്ട് എ ഗുഡ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് മറ്റുള്ളവരും ഒന്ന് ചിരിച്ചെങ്കിലും അവർ മനസ്സിലാക്കി. ഓക്കെ, ഗുഡ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.